എല്ലാവരുടെയും പോലെ എൻ്റെ ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ വഴികൾ പള്ളിക്കൂടത്തിലേക്കുള്ളതായിരുന്നു. ഞാനും എൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം നിലനിന്നിരുന്നതിൻ്റെ ഹൃദ്യമായ ഓർമ്മകളാണ് ബാല്യകാലം. ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ മണ്ണൂരിലെ ഫാത്തിമക്കുട്ടി ALP സ്കൂളിലായിരുന്നു. ഇന്നത്തെ പോലെ പ്രവേശനോത്സവവും ആദ്യ ദിനത്തിൻ്റെ മധുരപലഹാരങ്ങളൊന്നും അന്നില്ലായിരുന്നു. കറുത്ത വക്കുപൊട്ടിയ സ്ലേറ്റും ഒരു കഷ്ണം പെൻസിലും ഉണ്ടാവും. ഓല മേഞ്ഞ കെട്ടിടത്തിന് ഭിത്തി ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് മുറികൾ തമ്മിൽ പാർട്ടീഷനൊന്നും ഇല്ലായിരുന്നു. മുറികളെല്ലാം വിശാലമായതും വായുസഞ്ചാരമുള്ളതുമായിരുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കും. അധ്യാപകർ സമർപ്പിതരും കൃത്യനിഷ്ഠയുള്ളവരുമായിരുന്നു. ജഗദമ്മ ടീച്ചർ, അറബി മാഷ്, ലീല ടീച്ചർ എല്ലാവരും നല്ല സ്നേഹമുള്ളവരും അച്ചടക്കത്തിന് വളരെ പ്രാധാന്യം കൊടുത്തവരുമായിരുന്നു. എങ്കിലും കുട്ടികളിലെ നൈസർഗിക നൈപുണികൾ കണ്ടെത്തുന്നതിൽ അന്നത്തെ വിദ്യാഭ്യാസ രീതി പ്രാധാന്യം നൽകിയില്ലായിരുന്നു. ജഗദമ്മ ടീച്ചറുടെ ഗംഭീര ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇടം വലയിരിക്കുന്ന ശോഭനോടും സിന്ധുവിനോടും സംസാരിക്കാൻ എനിക്കിഷ്ടം. പഠനത്തിനിടയിൽ വസ്മതിയർത്തി ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ മണം അവിടെ ആകെ നിറയും. നിലത്ത് നിരന്നിരിക്കുന്ന ഞങ്ങളുടെ പാത്രത്തിലേക്ക് ആവി പറക്കുന്ന ഉപ്പുമാവ് വിളമ്പും. ഞങ്ങളെല്ലാവരും ആർത്തിയോടെ കഴിക്കും. ഉച്ച തിരിഞ്ഞാൽ ഞങ്ങൾ പല കളികളിലും ഏർപ്പെടും. അന്ന് പറമ്പിന് വേലികെട്ടുകളില്ലായിരുന്നു. കുഞ്ഞോൾമയുടെ പറമ്പ് പോയി ജാതിക്ക പെറുക്കി പൊട്ടിച്ച് പരിപ്പെടുത്ത് ഉടുപ്പിൻ്റെ കീശയിലിടും. ക്ലാസ്സിലിരുന്ന് ടീച്ചർ കാണാതെ കഴിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള സോഷ്യൽ ക്ലാസ് എന്നെ വളരെ മുഷിപ്പിക്കും. ലോകം ചുറ്റി സഞ്ചരിച്ച മെഗല്ലനെക്കുറിച്ചൊക്കെ ചോദ്യം വരും. ഞാൻ ഉത്തരം പറയാതെ എഴുന്നേറ്റ് നിൽക്കും. ജഗദമ്മ ടീച്ചർ പഠിപ്പിസ്റ്റ് കണ്ടൻകുട്ടീനെ വടിയൊടിക്കാൻ പറഞ്ഞു വിടും. കണ്ടൻകുട്ടി കൂരിവടിയും ഒടിച്ചു വരുന്നത് വരെ വയറ് കാളും. അടി കിട്ടിക്കഴിഞ്ഞാൽ കാളൽ ശമിക്കും. ദേശീയഗാനം കഴിഞ്ഞ് സ്കൂൾ വിട്ടു പോരുമ്പോൾ ചെളി തെറിപ്പിക്കുക, പുറത്തടിച്ചോടുക, ഇങ്ങനെ പല വഴക്കും ഞങ്ങൾ കൂടും. വള്ളുത്തൊടിയിലെ ദേവദാസേട്ടൻ്റെ ചായപ്പീടിയൻ്റെ മുന്നിൽ സിനിമാ പോസ്റ്റർ ഉണ്ടാവും. ഫറൂഖ് പ്രീതിയിൽ, പറന്നു പറന്നു പറന്ന്, കടലുണ്ടി റാണിയിൽ, ശ്രീകൃഷ്ണ പരുന്ത്, ദിവസേന 3 കളികൾ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. കുറേ നേരം ആ പോസ്റ്റർ നോക്കി ഞാനവിടെ പോസ്റ്റാകും. മോഹൻലാലിനെ ക്ലിയറായി കാണാൻ അടുത്ത് പോയി നോക്കും. അപ്പോഴോ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. മോഹൻലാലിൻ്റെ കണ്ണ് വെറുതെ ചുരണ്ടി മാന്തി അവിടെ ഒട്ടിയാക്കി പോരും. സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ചോറ് വാരി വിഴുങ്ങി അമ്മയുടെ സാരിത്തലപ്പിൽ മുഖം തുടച്ച് കളിക്കാൻ ഓടും. ഒളിച്ചു കളി, കൊക്കിച്ചാട്ടം, ചുള്ളിയും കോലും, ഇങ്ങനെയൊക്കെയാണ് കളികൾ. കളിക്കാൻ വൈക്കോൽക്കൂനയ്ക്കുള്ളിൽ പോയാൽ വല്യമ്മ ചീത്ത പറയും. ചകിരിത്തുപ്പിൻ്റെ ഉള്ളിൽ പോയാലോ അച്ചച്ചൻ ചീത്ത പറയും. അപ്പോൾ കളിക്കാൻ പുതിയ ഇടങ്ങൾ തേടിപ്പോകും. മുന്നിൽ റോഡ് ക്രോസ് ചെയ്താൽ ഞാവൽത്തൊടിയിലെത്തും. വലിയ മുറ്റുള്ള വീടാണ് ഞാവൽത്തൊടി. ഞാവൽത്തൊടിക്കാർക്ക് തേങ്ങ കച്ചവടമാണ്. ഞാവൽത്തൊടിയിൽ അച്ഛന് കുറേ മക്കളുണ്ട്. ആ മക്കളും കൂടാതെ ആ നാട്ടിലെ എല്ലാ മക്കളും അവരെ അച്ഛാന്നാണ് വിളിക്കുക. ഓരോ മുറ്റത്ത് ഞങ്ങൾ വലിയ വട്ടം വരച്ച് കൊക്കിച്ചാട്ടം കളിക്കും. ഉമിയും ജെസ്സിയും പ്രമോദും ഉണ്ണീഷ്ണനും എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ കളിക്കണതും നോക്കി ഗോവിന്ദേട്ടൻ തേങ്ങ പൊളിക്കും. കളി ആവേശത്തിലാകുമ്പോൾ ഉമേൻ്റെ അച്ഛൻ ചിന്നേട്ടൻ കമ്പനിപ്പണിയും കഴിഞ്ഞ് വരുന്നുണ്ടാവും. ചിന്നേട്ടൻ ഒരു പ്രത്യേക ആക്ഷൻ തലേനെ കൊണ്ട് കാണിച്ചിട്ട് അവളെ വിളിക്കും. അവൾ വിഷമത്തോടെ ഞങ്ങളെ നോക്കി പോട്ടേന്ന് സമ്മതം ചോദിക്കും. അക്കാലത്ത് ഞങ്ങളെ നാട്ടിലെ ഭൂരിഭാഗം പേരുടെ ഉപജീവന മാർഗം ഫറൂഖ് ടൈൽ ഫാക്ടറികളായിരുന്നു. നാട്ടുകാർക്ക് ഫ്യൂഡൽ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകി അവരെ ആത്മാഭിമാനമുള്ളവരാക്കി തീർക്കുന്നതിന് ഓട്ട് കമ്പനികൾ ഒരു കാരണമായിരുന്നു. ഉമ പോയാൽ കളീൻ്റെ ഹരം കുറയും. ഞങ്ങൾ കളി നിർത്തിപ്പോരും.
വിളക്ക് വെച്ചാൽ നമശിവായ ചൊല്ലി പഠിക്കാനിരിക്കണം. പദങ്ങളും കോപ്പിയും എഴുതണം. കുത്തിട്ടോടം മുതൽ കുത്തിട്ടോടം വരെ നിർത്താതെ സ്പഷ്ടമായി വായിക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. അച്ഛൻ നാട്ടിലെ ജന്മിയായിരുന്നു. എന്നാലോ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. കരണ്ട് ചോര വറ്റിക്കുന്ന കാരണം പറയാം. അച്ഛൻ പരിപൂർണ മുരുക ഭക്തനായിരുന്നു. ആണ്ടൂട്ട് നടത്തി ശിഷ്യന്മാരെയും കൊണ്ട് പഴനിമലയ്ക്ക് പോവുമായിരുന്നു. അച്ഛൻ മരിക്കണത് വരെ വാഴയിലയിലേ ചോറുണ്ടിട്ടുള്ളൂ. വാർദ്ധക്യത്തിലും കാഴ്ചയ്ക്ക് നല്ല മൂർച്ചയായിരുന്നു. ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ച് പഠിക്കാനിരിക്കും. ഏട്ടനും ഏച്ചിയും പഠനത്തിൽ മുഴുകും. ഞാൻ സൃഷ്ടിപരമായ ചിന്തയ്ക്കായി സമയം കണ്ടെത്തും. അച്ഛൻ്റെ പെങ്ങൾ ബേബി ആൻറ്റി വന്നാൽ ബുക്കൊക്കെ ഭംഗിയായി കവർ ചെയ്ത് തരും. ടെലിവിഷൻ സുപരിചിതമല്ലാത്ത കാലത്ത് വീട്ടമ്മമാരിൽ വായനയുടെ തരംഗം സൃഷ്ടിച്ചത് സഖീവാരിക, പൗരധ്വനി, മനോരാജ് തുടങ്ങിയ പ്രസിദ്ധീകരണമൊക്കെയായിരുന്നു. ഇത്തരം വാരികകളുടെ മുഖചിത്രം കൊണ്ടാണ് ബുക്ക് കവർ ചെയ്യുക. സൃഷ്ടിപരമായ ചിന്തയ്ക്കായി സുന്ദരികളായ നായികമാരുടെ ചിത്രങ്ങൾ വലിച്ചു കീറിയെടുക്കും. എന്നിട്ട് ബീഡി പോലെ ചുരുട്ടും. ഒരു തല വിളക്കിൻ്റെ നാളത്തിൽ കാണിച്ച് കത്തിക്കും. മറ്റേ തല ചുണ്ടിൽ വെച്ച് പുക ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കും. ഏട്ടനെ നോക്കിയാൽ ഏട്ടൻ മൂക്കിലൂടെ വിട്ട് നോക്കുന്ന് ആക്ഷൻ കാണിക്കും. ഞാൻ ആ പുക മൂക്കിലൂടെ വിട്ട് ആനന്ദ നിർവൃതിയിൽ ആറാടും. റേഡിയോ നാടകം കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് അത്താഴം തരും. വർത്തമാനകാലത്തെ ചാനൽ ചർച്ചകളോ കോലാഹലങ്ങളോ ഒന്നും അന്നില്ല. 8 മണിയാകുമ്പോഴേക്കും മിക്ക വീടും ഉറങ്ങും. അന്തരീക്ഷത്തിൽ കാവിലെ കാഞ്ഞിരത്തെയും ഇലഞ്ഞിയെയും ഇളക്കിയാട്ടി വരുന്ന കാറ്റും കൂമൻ്റെ മൂളലും മാത്രം. ഞാൻ അമ്മയുടെ പുതപ്പിനുള്ളിലേക്ക് കയറി കിടക്കും. നാളെയുടെ പാഠങ്ങൾക്കായി.